ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം മലയാള സിനിമയിലെ മാന്യന്മാരാണെന്ന് ധരിച്ചിരുന്ന പലരുടെയും മുഖംമൂടി താഴെ വീഴുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഏവരാലും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന മതമൈത്രിയുടെ ഉദാഹരണമായി എല്ലാവരും ചൂണ്ടിക്കാട്ടുന്ന സിദ്ദീഖിൻ്റെ വിവാദമാണ് ഏറ്റവും ചർച്ചയിൽ. അമ്മയുടെ സെക്രട്ടറിയെ നിലനിൽക്കുകയും മാധ്യമങ്ങളോട് വളരെ മാന്യമായി പെരുമാറുകയും ചെയ്യുന്ന വ്യക്തിയാണ് സിദ്ദീഖ്. എന്നാൽ അമ്മ സെക്രട്ടറിയായി അദ്ദേഹം എടുത്ത ആദ്യ തീരുമാനം ചെകുത്താൻ എന്ന യൂട്യൂബർക്കെതിരെയുള്ള കേസായിരുന്നു. നടൻ മോഹൻലാൽ പട്ടാളക്കാരുമായി വയനാട് സന്ദർശിച്ചതും അവിടെ പ്രവർത്തിച്ചതുമെല്ലാം യൂട്യൂബറായ ചെകുത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ യൂട്യൂബർ നിശിതമായി വിമർശിച്ചിരുന്നു. അതിനെതിരെയാണ് നടൻ സിദ്ദീഖ് കേസ് കൊടുത്തത്. എന്നാൽ കണ്ണീരോടെ അറസ്റ്റിലായ ഇദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് അറം പറ്റിയത്. മോഹൻലാലിനെതിരെ സംസാരിച്ചതിൻ്റെ പേരിൽ സിദ്ദീഖാണ് ചെകുത്താനെ ജയിലിലടച്ചത്. എന്നാൽ അതിനുശേഷം സിദ്ദീഖിനും അമ്മ എന്ന സംഘടനയ്ക്കും കണ്ടകശേനയായിരുന്നു. കടുത്ത ആരോപണവിധേയനായ സിദ്ദീഖ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുകയും ചെയ്തു. ഈ ആരോപണം അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഉണ്ടാക്കിയ ഡാമേജ് ചെറുതല്ല. കടുത്ത പ്രതിസന്ധിയിലായ അമ്മ എന്ന സംഘടനയെ ആരെ നയിക്കും എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്.